ഗുഡ് മോർണിംഗ്. ഓട്ടോ ഇലക്ട്രിക്കലിൻ്റെ തേർഡ് മൊഡ്യൂളിൽ ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഗ്നീഷ്യൻ സിസ്റ്റം പഠിച്ചിരുന്നു. എന്താണ് ഇഗ്നീഷ്യൻ, അതിൻ്റെ പല സിസ്റ്റങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഇഗ്നീഷ്യൻ അഡ്വാൻസ് അല്ലെങ്കിൽ സ്പാർക്ക് അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി നമുക്ക് നോക്കാം. ആ പേരിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് ഏകദേശം മനസ്സിലാകും. എന്താണ് ഇഗ്നീഷ്യൻ അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ, ആക്ച്വലി നടക്കേണ്ട ടൈമിനേക്കാൾ കുറച്ച് നേരത്തെ അഡ്വാൻസായിട്ട് നടത്തുന്ന ഇഗ്നീഷ്യൻ. ഇതിപ്പോൾ നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ സ്പാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ സ്പാർക്ക് നേരത്തെ ഉണ്ടായെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇഗ്നീഷ്യനും നേരത്തെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അഡ്വാൻസായിട്ട് സ്പാർക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് സ്പാർക്ക് ഇഗ്നീഷ്യൻ അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. റിട്ടാർഡിങ് എന്ന് പറയുന്നൊരു മെത്തേഡും കൊണ്ടുണ്ട്. റിട്ടാർഡിങ് എന്ന് പറഞ്ഞാൽ ഈ അഡ്വാൻസിന് നേരെ ഓപ്പോസിറ്റ്, സ്പാർക്ക് താമസിച്ച് കൊടുക്കുന്ന കേസിനെയാണ് ഇഗ്നീഷ്യൻ റിട്ടാർഡ് എന്ന് പറയുന്നത്. സ്പാർക്ക് നേരത്തെ കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ ഇഗ്നീഷ്യൻ നേരത്തെ നടക്കുന്നതിനെയാണ് നമ്മൾ ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഗ്നീഷ്യൻ അഡ്വാൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. സ്പാർക്ക് റിട്ടാർഡിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഈ പറയുന്ന വർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വെഹിക്കിളിൻ്റെ കേസിൽ നമുക്കറിയാം, നോർമലി ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 4 സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും. കംപ്രഷൻ സ്ട്രോക്ക്, ഇൻടേക്ക് സ്ട്രോക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അതിനെ കംപ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പവർ സ്ട്രോക്ക്, എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പം എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക്. ഇതിനകത്ത് ഈ പവർ സ്ട്രോക്ക് എന്ന് പറയുന്ന അവിടെ പവർ ഫുള്ളായിട്ട് ഇഗ്നേറ്റ് ചെയ്ത് എഞ്ചിന് പവർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്പാർക്ക് കൊടുക്കേണ്ടത് എപ്പോഴായിരിക്കും, കംപ്രഷൻ്റെ ലാസ്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ കേസ് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ ലാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ എഞ്ചിൻ ആദ്യം എന്ത് ചെയ്തു, നമുക്കൊരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ടോപ്പും ബോട്ടവും എന്ന് നമുക്ക് പറയാം. അതിന് മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ ടോപ്പ് ഡെഡ് സെൻറ്റർ TDC എന്ന് പറയാറുണ്ട്. താഴത്തെ ഭാഗത്തിന് ബോട്ടം ഡെഡ് സെൻറ്റർ BDC എന്നും പറയാറുണ്ട്. അപ്പോൾ ആദ്യം എഞ്ചിൻ്റെ ഇൻടേക്ക് സ്ട്രോക്കിൽ എന്താണ്, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും താഴേക്ക് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്കായിരിക്കും എന്ത് പോകുന്നത്, നമ്മളുടെ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് നേരെ താഴേക്കായിരിക്കും. അത് ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് മുകളിലേക്ക് പോകുന്നതാണ് രണ്ടാമത്തെ സ്ട്രോക്ക്, അതാണ് കംപ്രഷൻ സ്ട്രോക്ക്. അത് ആ ടോപ്പിൽ എത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്പാർക്ക് കൊടുക്കണം. മനസ്സിലായോ? ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ ഈ സ്പാർക്ക് കറക്റ്റ് ടോപ്പിലെത്തി, ഇപ്പോൾ ഈ പറയുന്ന ടോപ്പ് ഡെഡ് സെൻറ്ററിൽ ടോപ്പിലെത്തുമ്പോഴാണ് സ്പാർക്ക് കൊടുക്കുന്നതെങ്കിൽ അടുത്ത നമ്മളുടെ പവർ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേ ഈ പറയുന്ന ബേണിങ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇഗ്നീഷൻ നടക്കത്തുള്ളൂ. കാരണം ഈ ഒരു ഇഗ്നീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്പാർക്ക് കൊടുത്ത അതേ പോയിന്റിൽ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല ഇഗ്നീഷൻ എന്ന് പറയുന്നത്. നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ആ സ്പാർക്ക് വെച്ചിട്ട് ഇതിൻ്റെ അകത്തെ എക്സ്പാൻഷൻ കറക്റ്റായിട്ട് നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് ഒരു ചെറിയ ഡിലേ പീരീഡ് ഉണ്ടാകും. നമ്മളിത് കൊടുത്തു കഴിഞ്ഞൊരു ചെറിയ ഡിലേ പീരീഡ് ഉണ്ടാകും. അത്രയും ടൈം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ഒരു റൊട്ടേഷൻ ഒരു 10 മുതൽ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ, നമ്മൾ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞ് ഒരു 10 മുതൽ 15 ഡിഗ്രിയും കൂടെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമേ ഈ പറയുന്ന ഇഗ്നീഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏകദേശം 15 ഡിഗ്രിയും കൂടെ പിന്നെയും റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമേ അത് ബേൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി പവർ ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 15 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 10 മുതൽ 15 ഡിഗ്രി വരെ നേരത്തെ എന്ത് ചെയ്യുന്നു, സ്പാർക്ക് കൊടുക്കുന്നു. ഈ ഒരു പോയിന്റിൽ വെച്ച് തന്നെ സ്പാർക്ക് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ഒരു കംപ്രഷൻ സ്ട്രോക്കിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഒരു 10 മുതൽ 15 ഡിഗ്രി നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് സ്പാർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഇഗ്നീഷ്യൻ അഡ്വാൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇഗ്നീഷ്യൻ അഡ്വാൻസ് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ പറയുന്ന ടൈമിംഗ് ഓഫ് സ്പാർക്ക് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ബേണിങ് നടക്കുന്നത്, ആ പറയുന്ന സ്പാർക്ക് കൊടുക്കുന്നത് അതേ ഇൻസ്റ്റൻറ്റിൽ തന്നെ ആയിരിക്കത്തില്ല. സ്പാർക്ക് കൊടുക്കുമ്പോൾ തന്നെ കത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഡിലേ പീരീഡ് കറക്റ്റ് ടൈമിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാർക്ക് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കമ്പസ്റ്റൻ്റെ ചേമ്പറിൻ്റെ അകത്ത് അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ അകത്ത് ഗ്യാസസ് ഉണ്ട്. ആ ഗ്യാസസിന് ഇറ്റ്സ് ടേക്ക് എ പീരിയഡ് ഓഫ് ടൈം ടു എക്സ്പാൻഡ്. അതിനെ കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു സമയം വേണം.
ആൻഡ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ സ്പീഡ് ഓഫ് ദ എഞ്ചിൻ ക്യാൻ ലെങ്തൻ ഓർ ഷോർട്ടൺ. എന്ത് സംഭവിക്കും, ആ ഒരു എക്സ്പാൻഷൻ ടൈം അത് കൂടുകയും കുറയുകയും ചെയ്യാം. ബേസ്ഡ് ഓൺ എഞ്ചിൻ്റെ സ്പീഡിനനുസരിച്ച്, റൊട്ടേഷണൽ സ്പീഡിനനുസരിച്ച് മാറ്റം ഉണ്ടാകാം. അപ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇഗ്നിഷൻ അഡ്വാൻസ് അല്ലെങ്കിൽ ഇഗ്നിഷൻ റിട്ടാർഡിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻസിങ് ദ സ്പാർക്ക് ബിഫോർ ടോപ്പ് ഡെഡ് സെൻറ്റർ, ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുൻപായിട്ട് അഡ്വാൻസ് ആയിട്ട് സ്പാർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പാർക്ക് ഈസ് എനർജൈസ്ഡ് പ്രയർ ടു ദ പോയിന്റ് വെർ കമ്പസ്റ്റൻ ചേമ്പർ റീച്ചസ് ഇറ്റ്സ് മിനിമം സൈസ്. മുമ്പേ പറഞ്ഞതേ കാര്യം, ആ ഒരു ടോപ്പിലേക്ക് എത്തുന്നതിന് മുൻപായിട്ടുള്ള ആ 15 ഡിഗ്രി നേരത്തെ കൊടുത്താൽ ടോപ്പിലെത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും, കറക്റ്റായിട്ട് അതിന് ഫുള്ളി ബേൺ ചെയ്യാവുന്നൊരു ആ ഒരു എനർജൈസ്ഡ് സ്റ്റേജിലേക്ക് എത്താൻ കഴിയും. അതിലൂടെ നമ്മുടെ അടുത്ത സ്റ്റേജായിട്ടുള്ള പവർ സ്ട്രോക്കിലുണ്ടാകുന്ന കമ്പസ്റ്റൻ്റെ ലോസസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ നല്ല രീതിയിൽ കമ്പസ്റ്റൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കാനുള്ളൊരു നടക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ടോപ്പിലെത്തുന്നതിന് മുൻപായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതാണ് ഏറ്റവും ഗുഡ് മെത്തേഡ്. അതല്ല, നമ്മൾ ടോപ്പിലെത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവിക്കും, നമുക്കവിടെ കുറച്ച് ടൈമും കൂടെ അല്ലെങ്കിൽ കുറച്ച് ഡിഗ്രിയും കൂടെ പവർ ലോസ് ഉണ്ടാകും, കുറച്ച് ഡിഗ്രിയും കൂടെ നമ്മൾ വേസ്റ്റായിട്ട് റൊട്ടേഷൻ നടക്കും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, യൂഷ്വലി അതിനെ കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ സ്പാർക്കിലെ നമ്മൾ പറയുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ്. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, വേസ്റ്റാണ്. അതിന് നമുക്ക് വേസ്റ്റ് സ്പാർക്കെന്നോ ബാക്ക് ഫയറെന്നോ എൻജിൻ നോക്കെന്നോ ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാർക്ക് ഒരു 15 ഡിഗ്രിയോളം നേരത്തെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നോർമലി നമുക്ക് ഇഗ്നിഷൻ അഡ്വാൻസിൻ്റെ കേസസ് ഒരു ഡിഫറൻറ്റ് കാര്യങ്ങൾ, കുറച്ച് അധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇഗ്നിഷൻ അഡ്വാൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്തരം ഫാക്ടേഴ്സ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 4 ഫാക്ടേഴ്സാണ് മെയിനായിട്ടുള്ള 4 ഫാക്ടേഴ്സാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 4 ഫാക്ടേഴ്സാണ്. ആ 4 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നേച്ചർ ഓഫ് ഫ്യൂവൽ, നെക്സ്റ്റ് എൻജിൻ സ്പീഡ്, ലോഡ്, എൻജിൻ ടെമ്പറേച്ചർ. ഇങ്ങനെ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നേച്ചർ ഓഫ് ഫ്യൂവൽ എന്താണ്, ഫ്യൂവലിനനുസരിച്ച് ഇഗ്നിഷൻ അഡ്വാൻസിൽ മാറ്റങ്ങൾ സംഭവിക്കാം. പലതരത്തിലുള്ള ഫ്യൂവലുകളുണ്ടല്ലേ, പെട്രോളുണ്ട്, ഡീസലുണ്ട്, CNG ഉണ്ട്, അതുപോലെ ഇപ്പോൾ ഗ്യാസ് LPG ഉണ്ട്. അങ്ങനെ പല ഫ്യൂവലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വെഹിക്കിളിൻ്റെ കേസിൽ. അപ്പോൾ ഈ പല ഫ്യൂവലുകളുടെയും ബേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് പലതാണ്. ഓക്കെ, ബേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. സോ അതുകൊണ്ട് തന്നെ ആ ബേണിംഗ് റേറ്റിനനുസരിച്ചിട്ട് കൊടുക്കേണ്ട ഇഗ്നിഷൻ അഡ്വാൻസും വ്യത്യസ്തമായിരിക്കും. ഇപ്പം പെട്രോളിന് എൻജിനിൽ കൊടുക്കേണ്ട അത്രയും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഡീസലിൽ കൊടുക്കേണ്ടത്, അത്രയും ആയിരിക്കില്ല ചിലപ്പം ഗ്യാസ് CNGയിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും എക്സ്പാൻഷൻ ടൈം അല്ലെങ്കിൽ ബേൺ നടക്കേണ്ടത് പല രീതിയിലായിരിക്കും. റേറ്റ് ഓഫ് ബേണിങ് പലതായതുകൊണ്ട് തന്നെ ആ നേച്ചർ ഓഫ് ഫ്യൂവലിനനുസരിച്ച് എന്ത് സംഭവിക്കാം, ഇഗ്നിഷൻ അഡ്വാൻസ് കൂടുകയും കുറയുകയും ചെയ്യും. അടുത്തത് എൻജിൻ സ്പീഡാണ്. അപ്പോൾ നമുക്കറിയാം എൻജിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡ്, നല്ല ഹൈ സ്പീഡിൽ എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായിരിക്കണം, ബേണിങ് പെട്ടെന്ന് നടക്കണം. ദാറ്റ് മീൻസ് വളരെ കുറച്ച് ടൈം മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ കമ്പസ്റ്റന് ഉണ്ടാവുള്ളൂ. ഒരു കമ്പസ്റ്റൻ നടന്നു അടുത്ത കമ്പസ്റ്റൻ നടക്കുന്നതിനിടയിലെ ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എൻജിൻ ഹൈ സ്പീഡിലാകുന്ന സമയത്ത്. അപ്പം ഹൈ സ്പീഡിലായിരിക്കുമ്പോൾ എന്ത് വേണം, നമ്മുടെ എൻജിൻ ഹൈ സ്പീഡിലാകുന്ന സമയത്ത് ഇതുപോലെ ഇഗ്നിഷൻ അഡ്വാൻസ് എന്ന് പറയുന്നതും വളരെ ഹൈ ആയിരിക്കണം. അല്ലെങ്കിൽ ഇഗ്നിഷൻ അഡ്വാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ വേഗതയിൽ നടക്കണം എന്നാണ് ഹൈ സ്പീഡിൻ്റെ ഒരു റിക്വയർമെൻറ്റ്. അതേപോലെ തന്നെ എൻജിൻ്റെ ലോഡ്, നമുക്ക് ലോഡ് സ്മോളർ ലോഡും ഹയർ ലോഡും എന്ന് നമുക്കറിയാം. സ്മോളർ ലോഡിൻ്റെ സമയത്ത് എന്താണ്, നമ്മുടെ ആ ഒരു ത്രോട്ടിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് വളരെ കുറച്ച് എയർ ഫ്യൂവൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്യൂവൽ മാത്രം കൊടുത്താൽ മതി കുറച്ച് ലോഡേ ഉള്ള സമയത്ത്. അങ്ങനെ വളരെ കുറച്ച് ലോഡേ ഉള്ളെങ്കിൽ ത്രോട്ടിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ എൻജിനിലേക്ക് ചെല്ലുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ലീനായിട്ടുള്ള മിക്സ്ചറായിരിക്കും. ലീൻ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എയറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി കുറവുള്ളതിനെയാണ് ലീൻ മിക്സ്ചർ എന്ന് പറയുന്നത്. റിച്ച് മിക്സ്ചർ, ലീൻ മിക്സ്ചർ എന്നൊക്കെ പറയും, നമുക്കറിയാം. അപ്പോൾ ലീൻ മിക്സ്ചർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലോഡ് കുറവുള്ള സമയത്ത് അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ലീൻ മിക്സ്ചർ എൻജിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കംപ്രഷൻ പ്രഷർ എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. ഓക്കെ, ലോഡ് കുറവാകുമ്പോൾ
നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ത്രോട്ടിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ലീൻ മിക്സ്ചർ ആയിരിക്കും എഞ്ചിൻ്റെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ലീൻ മിക്സ്ചർ ചെല്ലുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കമ്പസ്റ്റൻ പ്രഷർ എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്താ വേണം, കംപ്രഷൻ വളരെ കുറവാണ് എങ്കിൽ അവിടെ കൂടുതൽ ഇഗ്നീഷൻ അഡ്വാൻസ് വേണം. സോ ലോഡ് കുറയുമ്പോൾ ഇഗ്നീഷൻ അഡ്വാൻസും വളരെ കൂടുതൽ ആവശ്യമുണ്ട്. അതേപോലെ നേരെ കൗണ്ടർ ഓപ്പോസിറ്റ് നമുക്ക് പറയാം, എന്താണ്, ലോഡ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ത്രോട്ടിൽ ഓപ്പണിംഗ് കൂടുതലായിരിക്കും, അതിൻ്റെ അകത്തുണ്ടാകുന്ന കമ്പസ്റ്റൻ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും ഹൈ പ്രഷർ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് ഇഗ്നീഷൻ അഡ്വാൻസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇഗ്നീഷൻ അഡ്വാൻസ് അപ്പോൾ ലോഡുമായിട്ടുള്ള അഫക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ലോഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് എൻജിൻ ടെമ്പറേച്ചർ. എഞ്ചിൻ്റെ ടെമ്പറേച്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്, കോൾഡ് ടെമ്പറേച്ചറും ഹോട്ട് ടെമ്പറേച്ചറും, അല്ലെങ്കിൽ കോൾഡ് എഞ്ചിൻ, ഹോട്ട് എഞ്ചിൻ. കോൾഡ് എഞ്ചിൻ കോൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കമ്പസ്റ്റൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സ്പാർക്ക് അഡ്വാൻസ് നേരത്തെ കൊടുക്കണം, അല്ലെങ്കിൽ സ്പാർക്ക് നേരത്തെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ കോൾഡിൻ്റെ കേസിൽ സ്പാർക്ക് അഡ്വാൻസ് നേരത്തെ ആയിരിക്കണം. പിന്നെ ഹോട്ട് എഞ്ചിൻ്റെ കേസിൽ കമ്പസ്റ്റൻ റാപ്പിഡ് കമ്പസ്റ്റൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് റിക്വയർസ് വെരി ലെസ് ഇഗ്നീഷൻ അഡ്വാൻസ്, വളരെ കുറച്ച് ഇഗ്നീഷൻ അഡ്വാൻസ് മാത്രമേ അതിന് ആവശ്യം ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇഗ്നീഷൻ അഡ്വാൻസിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞത് ഫാക്ടേഴ്സ് ആയിരുന്നു. ഇനി ഇഗ്നീഷൻ അഡ്വാൻസ് മെത്തേഡ്സ്, അല്ലെങ്കിൽ ഇഗ്നീഷൻ അഡ്വാൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഇഗ്നീഷൻ അഡ്വാൻസിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ മാനുവൽ ഇഗ്നീഷൻ അഡ്വാൻസ് മെത്തേഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ഓട്ടോമാറ്റിക് ഇഗ്നീഷൻ അഡ്വാൻസ് മെത്തേഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മാനുവൽ ഇഗ്നീഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, എന്താണ്, മാനുവലായിട്ട് ഒരു വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വെഹിക്കിളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഇഗ്നീഷൻ അഡ്വാൻസിനെ മാനുവലായിട്ട് ഡ്രൈവർ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് മാനുവൽ ഇഗ്നീഷൻ അഡ്വാൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന് ആ വെഹിക്കിളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ഒരു സ്പെഷ്യൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നു. ഇഗ്നീഷൻ അഡ്വാൻസിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നതിനെയാണ് ഓട്ടോമാറ്റിക് ഇഗ്നീഷൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഈ ഓട്ടോമാറ്റിക് ഇഗ്നീഷൻ അഡ്വാൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡും വാക്വം അഡ്വാൻസ് മെത്തേഡും എന്ന്. ഓക്കെ, അപ്പോൾ ഇഗ്നീഷൻ അഡ്വാൻസിനെ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മാനുവൽ ഇഗ്നീഷനും ഓട്ടോമാറ്റിക് ഇഗ്നീഷനും. ഇതിൽ ഈ ഓട്ടോമാറ്റിക് ഇഗ്നീഷൻ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ ഇഗ്നീഷൻ അഡ്വാൻസ് മെത്തേഡ്, വാക്വം ഇഗ്നീഷൻ അഡ്വാൻസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മാനുവൽ ഇഗ്നീഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആദ്യമേ പറഞ്ഞു പോകാം. അതിനുശേഷം നമുക്ക് അടുത്തൊരു ഇതിലേക്ക് കടക്കാം. അപ്പോൾ മാനുവൽ ഇഗ്നീഷൻ സിസ്റ്റം നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്താണ് മാനുവൽ ഇഗ്നീഷൻ സിസ്റ്റം? ഇഗ്നീഷൻ ടൈമിങ് കൺട്രോൾ ചെയ്യുന്ന എന്തായിരിക്കും, ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വെഹിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ വെഹിക്കിളിൻ്റെ നമ്മുടെ ഡ്രൈവറുടെ ക്യാബിൻ്റെ അവിടെ തന്നെ ഒരു ലിവർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലിവറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡ്രൈവർ തന്നെയായിരിക്കും. ഓക്കെ, ഒരു ഇഗ്നിഷൻ നമ്മുടെ വെഹിക്കിളിൻ്റെ കേസിൽ മാനുവൽ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ കേസിൽ ഈ ഒരു ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഡ്രൈവർ ക്യാബിനിൽ അവിടെ ഒരു ലിവർ ഉണ്ടായിരിക്കും. ആ ലിവറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു ഡ്രൈവർ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിവർ കണക്ട് ചെയ്തിട്ടുള്ളത് എവിടേക്കാണ്? നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്കാണ്. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഈ ഒരു ലിവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അകത്തുള്ള കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ബേസ് പ്ലേറ്റിലേക്കായിരിക്കും ഇത് ശരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. എവിടേക്കാണ്? ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടറിലുള്ള കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ബേസ് പ്ലേറ്റിലേക്കായിരിക്കും ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ബേസ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലിവർ. അപ്പോൾ ലിവർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലിവർ തിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ഈ ബേസ് പ്ലേറ്റ് തിരിയും. ഈ കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ബേസ് പ്ലേറ്റ് തിരിയുന്നതിനനുസരിച്ച് അവിടെ ഒരു ക്യാമിൻ്റെ റൊട്ടേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റ് ബ്രേക്കറിൽ ഒരു ക്യാം കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമിൻ്റെ റൊട്ടേഷനും എന്ത് സംഭവിക്കും? ഈ ഒരു ക്യാമും അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഡ്രൈവറിന് എത്ര ആംഗിളിൽ മാറ്റണോ അത്രയും എന്താ ചെയ്യുക? ഡ്രൈവറിന് കൃത്യമായിട്ട് ആ ഒരു ക്യാമിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇപ്പോൾ 10 ഡിഗ്രി മാറ്റണമെന്ന് വെച്ചാൽ ഡ്രൈവർ അതിനെ കുറച്ച് ലിവർ പൊക്കുക, ഇനി 20 വേണമെങ്കിൽ കുറച്ചും കൂടി പൊക്കുക. അങ്ങനെ ഡ്രൈവറിന് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മാനുവൽ ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ മാനുവൽ ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെഹിക്കിൾസിലൊന്നും തീരെ യൂസ് ചെയ്യാറില്ല. അതിന് 1-2 കാരണങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനുവൽ ഇഗ്നിഷൻ സിസ്റ്റം വെച്ചിട്ട് നമുക്കൊരു കറക്റ്റ് ടൈമിങ്ങിൽ ഈ പറയുന്ന ഇഗ്നിഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ സ്പാർക്ക് അഡ്വാൻസ് കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ ഒരു പുവർ പെർഫോമൻസ്, എൻജിൻ്റെ പെർഫോമൻസ് വളരെ പുവറായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഓട്ടോമൊബൈൽസിലൊന്നും അധികം യൂസ് ചെയ്യാത്ത ഒരു രീതിയാണ് മാനുവൽ ഇഗ്നിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞാൽ പുവർ പെർഫോമൻസ് ആണ്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കാറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കിലാണ് നമുക്കൊരു സെൻട്രിഫ്യൂഗലും വാക്വവും വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ്ഡ് മെക്കാനിസം. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ്ഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. ആ ഫിഗറിൻ്റെ അകത്ത് ABC എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ Aയും Bയും 2 വെയിറ്റുകളാണ്. ഓക്കെ, Aയും Bയും 2 വെയിറ്റുകളാണ്. എന്നാൽ C എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ആ സെൻറ്റർ ഭാഗത്തുള്ള C എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ അകത്ത് ആ കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ആ ഒരു പോയിൻറ്റിൽ ആ കോണ്ടാക്റ്റ് ബ്രേക്കറിനെയാണ് C ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ A B എന്ന് പറയുന്നത് രണ്ടും എന്താണ്? വെയിറ്റ് ആണ്. ഈ നടുക്കത്തെ C എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ആ ഒരു ക്യാം കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ബ്രേക്കർ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ C എന്നും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 വെയിറ്റുകളിൽ അതിനെ കൗണ്ടർ വെയിറ്റ് എന്നോ അഡ്വാൻസ് വെയിറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഈ 2 വെയിറ്റുകൾ, അതുകൂടാതെ ഇന്ന് സെൻറ്ററിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് ബ്രേക്കറിൻ്റെ ബേസ് പ്ലേറ്റ്, ക്യാം, പിന്നെ സ്പ്രിങ്, ഇത്രയും സംഭവങ്ങൾ കൂടുന്നതാണ് ഒരു സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ്ഡ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു വെഹിക്കിൾസിൻ്റെ കേസിൽ ആ ഫ്ലൈ വെയ്റ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്വാൻസ്ഡ് വെയ്റ്റ്സ് എന്ന് പറയുന്നത് ആ ഡിസ്ട്രിബ്യൂട്ടഡ് ഡ്രൈവ് ഷാഫ്റ്റിലേക്കാണ്. ഇറ്റ്സ് ക്യാരിഡ് ബൈ ദ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റിലേക്ക്, അല്ലെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യുന്നു? ത്രൂ ദ ബേസ് പ്ലേറ്റിലേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആ ഒരു ബേസ് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ഷാഫ്റ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ വെയിറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അതിലൂടെ എന്ത് സംഭവിക്കാം? ആ ഡ്രൈവ് ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ബേസ് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റും വ്യത്യാസപ്പെടാം. നമ്മളുടെ ഈ വെയിറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ബേസ് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റും വ്യത്യാസപ്പെടാം. അതേപോലെ ആ ബേസ് പ്ലേറ്റ് എവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? ക്യാമിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ക്യാമിൻ്റെ റൊട്ടേഷനെ മാറാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഫ്ലൈ വെയ്റ്റ്സ് ആർ പിവറ്റഡ് ഓൺ ദ ബേസ് പ്ലേറ്റ് ആൻഡ് അതിലൂടെ എന്ത് ചെയ്യുന്നു? ക്യാമിലേക്ക് നമ്മൾ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ എൻജിൻ റൺ ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡ് എന്ന് പറയുന്നത് എൻജിൻ സ്പീഡിനെ അല്ലെങ്കിൽ സ്പീഡിനെ എന്ത് ചെയ്യും? ബന്ധപ്പെട്ടിരിക്കുന്നു എൻജിൻ്റെ സ്പീഡിനെ. ഇപ്പോൾ നമുക്ക് 2 രീതി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, വാക്വം അഡ്വാൻസും സെൻട്രിഫ്യൂഗൽ അഡ്വാൻസും. അതിൽ വാക്വം അഡ്വാൻസ് എന്ന് പറയുന്നത് എൻജിൻ്റെ ലോഡിനനുസരിച്ചുള്ള ഇഗ്നിഷൻ അഡ്വാൻസ് ആയിരിക്കും. എന്നാൽ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ സ്പീഡിനനുസരിച്ചുള്ള മെത്തേഡിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന അഡ്വാൻസ്മെൻറ്റ് നേരത്തെ കൊടുക്കണോ താമസിച്ച് കൊടുക്കണോ എന്നുള്ളത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്ത് തീരുമാനിക്കുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗൽ വാക്വം അഡ്വാൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നു? വേണ്ട എൻജിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു റൊട്ടേഷൻ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു പ്ലേറ്റിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും? റൊട്ടേഷനും ഇതും ഒരേ സമയത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യും. കാരണം എൻജിൻ സ്പീഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാം റൊട്ടേറ്റ് ചെയ്യും. ഈ ക്യാമിലേക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ AB എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാം കണക്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റിലേക്കാണ് ഈ Aയും Bയും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? കൂടെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ വെയിറ്റ് മൂവ് എന്ത് ചെയ്യും? ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വെയിറ്റ് പുറത്തേക്ക് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ദ പ്ലേറ്റ് ആൻഡ് ക്യാം എന്ത് സംഭവിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? നമ്മളുടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വെയിറ്റ് രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ ക്യാം എന്ത് സംഭവിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ ഡിഗ്രി, ഒരു 10 ഡിഗ്രി 12 ഡിഗ്രിയൊക്കെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് ദ പ്ലേറ്റ് ആൻഡ് ദ ക്യാം ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ,
അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൗണ്ടർ വെയിറ്റ് കൊടുത്തത്. ആ ഒരു ഫുൾ സിസ്റ്റം ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ വെയിറ്റ് എന്ത് ചെയ്യും, ഒരു 12 ഡിഗ്രിയോളം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതിനാണ് കൗണ്ടർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൗണ്ടർ വെയിറ്റ് എന്നും പറയുന്നത്. അങ്ങനെ കൗണ്ടറായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റും അല്ലെങ്കിൽ ക്യാമും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പം ആ ഒരു മൂവ്മെൻറ്റ് കാരണം എന്തുണ്ടാവും, ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവും. ദിസ് മൂവ്മെൻറ്റ് ഗീവ്സ് ഓർ ദിസ് മൂവ്മെൻറ്റ് അഫക്ട്സ് ദ ഡിസൈർഡ് അഡ്വാൻസ്. ആ ഒരു അഫക്റ്റ് ചെയ്യുന്നത്, ഒരു അഡ്വാൻസ് കൊടുക്കുന്നത് ആ ഒരു മൂവ്മെൻ്റ് ആണ്. ആ ഒരു ടൈമിങ്, ദിസ് ടൈമിങ് ഓഫ് ദ സ്പാർക്ക് ആക്ച്വലി എന്ത് ചെയ്യും, ആ മൂവ്മെൻറ്റ് കാരണം സ്പാർക്കിൻ്റെ ടൈമിങ് വേരി ചെയ്യും. വേരീസ് ഫ്രം അഡ്വാൻസ് അറ്റ് ലോ സ്പീഡ് ടു ഫുൾ അഡ്വാൻസ് അറ്റ് ഹൈ സ്പീഡ്. ആ സ്പീഡിനനുസരിച്ച് പിന്നെ മാറും. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പാർക്ക് വേരീസ് ഫ്രം ലോ സ്പീഡിൽ നോ അഡ്വാൻസ്, ഫുൾ സ്പീഡിൽ ഹൈ അഡ്വാൻസ് എന്ന രീതിയിൽ അതിനനുസരിച്ച് ആ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്ത് 2 ഫിഗറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലത്തെ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡത്തിൻ്റെ നോ അഡ്വാൻസിൻ്റെയും രണ്ടാമത്തത് ഫുൾ അഡ്വാൻസിൻ്റെയും കേസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 അഡ്വാൻസസ് ഉണ്ടാകുന്ന കേസിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഫിഗറിൻ്റെ കേസിൽ ഇപ്പോൾ എയും ബിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, ഈ എ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ലൈൻ നിങ്ങൾ നോക്കിയാൽ മതി, സെൻട്രൽ ലൈനിൽ നിന്നും എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് മാറുന്നു. അതേപോലെ ബിയും സെൻട്രൽ ലൈനിൽ നിന്ന് പുറത്തേക്ക് മാറുന്നു. അങ്ങനെ രണ്ടും പുറത്തേക്ക് മാറുന്നതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഈ ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഒരു 10 to 15 ഡിഗ്രി, 10, 12, 15 ഡിഗ്രിയൊക്കെ നേരത്തെ സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒരു ഫിക്സഡ് അല്ല, സ്പീഡിനനുസരിച്ചായിരിക്കും. വെഹിക്കിളിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചായിരിക്കും എയും ബിയും പുറത്തേക്ക് ഇങ്ങനെ മാറുന്നത്. അതിനനുസരിച്ചായിരിക്കും സിയുടെ മൂവ്മെൻറ്റും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ്ഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ്ഡ് മെക്കാനിസം പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് വാക്വം അഡ്വാൻസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ഡിസ്കസ് ചെയ്യാം. അപ്പം മാനുവൽ, ഓട്ടോമാറ്റിക്, മാനുവലിൻ്റെ എന്താണെന്ന് പറഞ്ഞു, ഓട്ടോമാറ്റിക്കൽ, സെൻട്രിഫ്യൂഗൽ, വാക്വം. അപ്പോൾ വാക്വം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.